ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ വെണ്ടയ്ക്ക തോരൻ എല്ലാവരും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിൽ മുട്ടയും അതുപോലെ തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം വെണ്ടയ്ക്ക അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ആദ്യം വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പുണ്ടാവും നമ്മുടെ വെണ്ടയ്ക്ക ആയതുകൊണ്ട്. അപ്പോൾ കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ ഒരു 10 ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇടിച്ച മുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് എടുത്തിട്ടുണ്ട്. ഒരു 6 വറ്റൽമുളക് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. പിന്നെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ളൊരു തക്കാളി എടുത്താൽ മതി. ഇനി വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തോരനൊക്കെ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഇതിൻ്റെ കളറ് മാറുന്നവരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇടിച്ച മുളകായതുകൊണ്ട് അതിൻ്റെ ആ കുത്തലുണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നും മാറി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നടുഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ വെണ്ടയ്ക്കയും അതുപോലെ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം വെണ്ടയ്ക്ക് അതുപോലെ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ മതി. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മുടെ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. മുട്ട ഇടുന്നുണ്ട്, അതുപോലെ തക്കാളി ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ചേർക്കാറില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.